ലോക കേരള സഭയുടെ 4ാം സമ്മേളനത്തിന് നിയമസഭാ സമുച്ചയത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ തുടക്കമായി. കുവൈറ്റ് തീപിടുത്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സമ്മേളനം ആരംഭിച്ചത്. നമ്മുടെ പ്രവാസി സമൂഹത്തിനെ ബാധിച്ച അഗാധമായൊരു ദുരന്തത്തിന് നിഴലിൽ നിന്നാണ് ഇന്ന് നാം 4ാമത് ലോക കേരള സഭയുമായി ഒത്തുചേരുന്നത്. കുവൈത്തിലുണ്ടായ നിർഭാഗ്യകരമായ തീപിടുത്തത്തിൽ അനേകം മലയാളികൾ ഉൾപ്പെടെ 49 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഓരോ കുടിയേറ്റ തൊഴിലാളിയും കേവലം വ്യക്തികൾ മാത്രമല്ല, നമ്മെ സംബന്ധിച്ചവർ അവരുടെ കുടുംബങ്ങളുടെ നട്ടെല്ലും നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെയും പരിപാലകരും കൂടിയാണ്. അവരുടെ കുടുംബങ്ങൾക്ക് എൻ്റെയും അഗാധമായ അനുശോചനം അറിയിക്കുന്നു. സങ്കല്പിക്കാനാവാത്ത ദുഃഖത്തിൻ്റെ ഈ സമയത്ത് കേരള ഗവൺമെൻറ് നിങ്ങളോടൊപ്പമുണ്ടെന്ന് അറിയുക. നയരൂപകർത്താക്കളെന്ന നിലയിൽ ഈ ദുരന്തം നമ്മുടെ കുടിയേറ്റ തൊഴിലാളികളുടെ സുരക്ഷയും അവകാശങ്ങളും ഉറപ്പാക്കേണ്ടതിൻ്റെ അടിയന്തര ആവശ്യത്തെ അടിവരയിടുന്നു. കുവൈത്ത് അഗ്നിബാധയിൽ ജീവൻ നഷ്ടമായ നമ്മുടെ സഹോദരങ്ങളുടെ വേർപാടിൽ ലോക കേരള സഭയുടെ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ പ്രസീഡിയം അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിച്ചു. പ്രസീഡിയം അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ K. രാജൻ, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രവാസ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമാണ് കുവൈറ്റിലുണ്ടായതെന്നും ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുവൈറ്റിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഞെട്ടിക്കുന്ന ദുരന്തത്തിൻ്റെ നിഴലിലായിപ്പോയി നമ്മുടെ ഈ ലോക കേരള സഭ. മംഗഫിലെ ഫ്ലാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ ഇതേവരെയുള്ള കണക്കനുസരിച്ച് 50 ജീവനുകളാണ് പൊലിഞ്ഞത്. അങ്ങേയറ്റം ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായത്. അവരെല്ലാവരുടെയും സ്മരണയ്ക്കു മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മരണമടഞ്ഞ മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ വീതമാണ് സഹായം നൽകാൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ത്യ ഗവൺമെൻറ് 2 ലക്ഷം രൂപ വീതം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ലോക കേരള സഭയുടെ സമീപന രേഖ മുഖ്യമന്ത്രി സമർപ്പിച്ചു. വിവിധ മന്ത്രിമാരും MLA മാരും ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുത്തു.